ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയൊരു ചെടിയാണ്. ഹലോ, ഇന്ന് നമ്മളൊരു ചെടി ഇവിടെയാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ നടാനുള്ള ചെടി. നമുക്ക് നടുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ മുമ്പൊരു സെറ്റിങ്സ് ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ്. നമുക്കൊരേ ലെവലിൽ ഇങ്ങനെ. പിന്നെ ഈ ചെടിയുടെ പേരെന്താന്ന്, നമ്മളിവിടെ ഒരു കുഞ്ഞി ചെടി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാക്കിയതാണ്. അത് കുറച്ചും കൂടി ഹൈറ്റിലൊക്കെ വരുമ്പോഴാണ് ഇവിടെ ഈ ചെടി വെച്ചതൊക്കെ കാണുള്ളൂ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അത് നമുക്ക് മുമ്പൊരിക്കൽ നമ്മളൊരു ഫ്രണ്ട് വന്നിരുന്നു. അങ്ങനെ ഒരു തൈ വന്നിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിന്. അതിമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഈ കവറിൽ നമ്മൾ കുറച്ച് മണ്ണ് നിറച്ചിട്ട് 2 കവറിലും കൂടി 10 കമ്പിലേറെ നമ്മൾ അങ്ങനെ നട്ട് പിടിപ്പിച്ചതാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ആവശ്യം വരുമല്ലോ ഒന്ന് വേര് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം ഹൈറ്റിലൊക്കെ വരുമ്പോൾ ഇത് ഏകദേശം ഒന്ന് ലെവലായി വരുമ്പോൾ നമുക്കിത് ഒരു തിക്കായിട്ട് വന്നിട്ട് ഇത് നമുക്ക് ഒരേ ലെവലൊരു മതിൽ മാതിരി സെറ്റ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതുകൊണ്ട് തന്നെ ഒരു മതിൽ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട കോലത്തിൽ വേണ്ട മോഡലിൽ വെട്ടും ചെയ്യാട്ടാ. അതുപോലെയൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരേണ്ട അവളുടെ വീട്ടിലുള്ളത് തന്നെ. നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നട്ട് പിടിപ്പിക്കാം. എങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. എന്നാലും നമുക്ക് ഒരേ ലെവലിന് അളന്നിട്ട് നമുക്കൊരു എൻട്രി ഭാഗമായിട്ട് ഇങ്ങനെ സെറ്റാക്കാം. നല്ല വേരൊക്കെ അടിഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ബുഷി ടൈപ്പിൽ വന്നതാണ് തോന്നുന്നുണ്ട്. നല്ലൊരു ഇതായിട്ട് തന്നെയാണ് ഇത്. നമ്മൾ കമ്പ് കട്ട് ചെയ്ത് നട്ടാൽ നമ്മൾ വേറെ വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ വെറും മണ്ണിൽ നിറച്ച് കവറിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ വെറും സിമ്പിളായിട്ട് കുത്തി വെച്ചതാണ്. ഇനി കവർ തന്നെ നിന്നാൽ ഈ ചെടി പോകുമെന്ന് കണ്ടപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ പ്രോട്ടീനുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഏകദേശമൊക്കെ പോകും, കാരണം അത്ര ആയിട്ടുണ്ട്. കാരണം ഒരു കവറിലൊരു ചെടി നിൽക്കുന്നതിൻ്റെ ഒരു കണക്കുണ്ടല്ലോ. നമ്മൾ വളവും കാര്യങ്ങളും തീരെയും കൊടുത്തിട്ട് പോലും ഇല്ല. എന്നിട്ട് ഇതിലൊക്കെ ചിലതൊക്കെ പോവാറായിട്ടുള്ളതുണ്ട്. എനിക്ക് ഈ ചെടിനോടൊന്നും വലിയ ഇഷ്ടമൊന്നും ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവരുടെ വീട്ടിലൊക്കെ ഒരു സെറ്റിങ്സ് ചെയ്ത് കണ്ടപ്പോഴാണ് നമുക്കതിനോടൊരു പ്രത്യേക തരമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത്. അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് എടുത്ത് ഇതാക്കിയെന്നുള്ളൂ. കണ്ട് അതിൻ്റെയൊക്കെ വേര് നല്ല അടിയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കവറ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ല, അത്യാവശ്യം മണ്ണകത്തിലും കാര്യത്തിലും നമ്മൾ ചെറിയൊരു കമ്പാക്കിയിട്ട് ഒരു കട്ടില്ലാത്തൊരു ചെറിയൊരു കമ്പ് ആയിട്ട് നട്ടതായിരുന്നു. ഇതിൽ ഫ്ലവറോ കാര്യങ്ങളോ ഒന്നും വരില്ല, അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഈ മതിലൊന്നും വെക്കാനപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ സാധാരണക്കാരൊന്നും മതിലൊന്നും അങ്ങനെ വെക്കില്ലല്ലോ. അപ്പോൾ ഒരു ഇതായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് നമുക്കിപ്പോൾ അത്യാവശ്യം മതിൽ വെക്കേണ്ട ഏരിയ ഒന്നും അല്ലാത്തടത്തൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ വെക്കണതെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ല, നല്ല ഹെൽത്തി വേരുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മളങ്ങനെ വളമോ കാരണം അപ്പോൾ എനിക്ക് തോന്നി ഇതിന് വലിയ മെയിൻ്റെനൻസ് ചിലവും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ടാണ് എളുപ്പത്തിൽ നമുക്കിവിടെ നിന്ന് നടാം. അപ്പോൾ ഈ മഴ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് നടുകയും ചെയ്യാം. വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെയാണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. 21 തൈകളുണ്ട് ഇപ്പോൾ ടോട്ടലി ഈ കവറിൽ നിന്ന് നമ്മൾ മാറ്റിയത്. നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയതും ഹെൽത്തി അല്ലാത്തതും നമ്മൾ വേർതിരിച്ചെടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ നടാമെന്ന് വിചാരിക്കണത്. ഇതൊക്കെ ഒറ്റ കമ്പാണ്. നമ്മൾ ചെറിയൊരു കമ്പ് നട്ടതാണ് ഇങ്ങനെ ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മളൊരു കമ്പ് നട്ട അതിൻ്റെ സൈഡിൽ നിന്ന് ഫുള്ള് ഒരേമാതിരി പൊന്തി വരും. അതേമാതിരി നമുക്ക് ഒരേ ലെവലിന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നട്ട് വെക്കാൻ പോകുന്നത്. നല്ല ഭംഗിയില്ലേ? അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും എന്നാലും അത് ലുക്കായി വരും. ഇരിക്കാരം ഇപ്പോൾ ഒന്നും വരില്ല. ഇപ്പം നമ്മൾ നടുമ്പോൾ ഒരു ആവറേജ് ആയിട്ടൊരു ലുക്കിലേ വരുള്ളൂ. എന്താണ് നമ്മൾ നട്ടു. ഇനി ഇവിടുത്തെ പുല്ലും ഇതൊക്കെ ക്ലീനിങ്ങൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒന്ന് നട്ടതാണ്. നല്ല ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു ഹെൽത്തി അല്ലാത്ത പ്ലാന്റുകളാണ് ഇതിൻ്റെ നടുക്കിലും സെൻറ്ററിലൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ അത്യാവശ്യം ഹെൽത്തി ഉള്ളത് എല്ലതും ഉണ്ട്. നമ്മൾ ഒരേ ലെവലിലാക്കിയാണ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കാരണം ഇതിൻ്റെ ഒരു ലെവലിനാണ് വരുമ്പോൾ അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വരും. നല്ലൊരു ഭംഗിയില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളത്. ഇത് ഇപ്പോൾ കുറച്ചായിട്ടൊരു ഒപ്പരാക്കി വെട്ടി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ച് മായം കാര്യങ്ങളൊക്കെയാണ് പോകാൻ കണ്ടിട്ടാണ് ഞാൻ അതൊക്കെ ഒരേ ലെവലിലാക്കി വെട്ടി കൊടുത്തത്. അതേ ലെവലിന് ഇങ്ങനെയാണ് പൊന്തും. ഇപ്പോൾ നമ്മൾ മഴ പെയ്യണോണ്ട് കുറച്ചായിട്ടാണ് നിർത്തിയതാണെന്ന് പറഞ്ഞത് അവർ. പക്ഷെ നമുക്ക് വിട്ടുന്നൊക്കെ നോക്കുമ്പോൾ അതേ ഒരേ ഒപ്പരായിട്ട് തന്നെ നല്ല ലെവലിന് തന്നെ കേട്ടോ വന്നിരിക്കണേ. അപ്പോൾ അകത്ത് ചെറിയൊരു കുഞ്ഞി കുളം ഉണ്ട് കേട്ടോ. അതിൽ വരെ ഒരു മീൻ അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കണത്.
ഉണ്ടല്ലേ സൈഡൊന്ന് വെട്ടി കട്ട് ചെയ്ത് വല്ലാതെ കൊടുക്കണ്ടെന്ന് അവർ പറഞ്ഞത്. അത് സൈഡൊക്കെ ഒപ്പരായിട്ട് തന്നെ അങ്ങനെ വരുന്നത്. അത് കെട്ടി കൊടുത്തോന്നല്ല കേട്ടോ, അത് മതിലിൻ്റെ ഒരു സൈഡായിട്ട് മതിലിൻ്റെ കമ്പിയാണ് അത് കാണുന്നത്. ഇവിടെ വേറെയും ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ളത്. ഇതുണ്ടില്ലേ കുളത്തിൽ മീനൊക്കെ ഉണ്ട്. അതാ അതിൻ്റെ ഒരു സൈഡായിട്ട് ഇങ്ങനെ വന്നതാണ്. അത് നമുക്ക് വിട്ടുന്ന് ഒരു ചെറിയൊരു ചെരിവുള്ള ഒരു പ്രദേശത്താണ് ഇവർ ചെടി സെറ്റാക്കിയിരിക്കണത് കേട്ടോ. ഇവിടെ മറ്റേ ചെടി ഉണ്ട്. ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക. കാരണം ഒരു കൊമ്പിൽ നിന്ന് തന്നെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ മറ്റേ സാധാരണ ചെടിക്കൊന്നും സൈഡിൽ നിന്നൊന്നും അങ്ങനെ പൊട്ടൂല. പക്ഷേ ഈ ചെടിക്കൊക്കെ പറഞ്ഞാൽ സൈഡിൽ നിന്ന് നല്ല പോണം പൊട്ടി ഒരു തിക്നെസ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ചെടിയാണിത്. ഇതിൻ്റെ പേരൊക്കെ അറിയണമല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ആഴ്ചയിൽ വേണ്ട, ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമ്മുടെ ഒരു ചെടി ഒന്ന് പരിചരിക്കാനും, എന്താ തുമ്പ് കട്ട് ചെയ്താണ്, ചെടിയൊക്കെ ഒന്ന് പരിചരിക്കാനും കാര്യത്തിനൊക്കെ ഒന്ന് ചെടി ഉള്ളവരിട്ടാം. ചെടിന് ഇഷ്ടമുള്ളവരും ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമൊക്കെ ഒന്ന് ഇറങ്ങണത് നല്ലതായിരിക്കണം. അപ്പോൾ ആ ചെടീൻ്റെ ഒരു മെയിൻ്റനൻസ് കുറച്ച് മുകളിൽ നിന്ന് എടുത്താണ് കേട്ടോ. കാരണം മുകളിൽ നിന്ന് എടുക്കാൻ നമ്മളെ ഫോണിൽ അത്ര കപ്പാസിറ്റി ഇല്ല, ഉള്ള കപ്പാസിറ്റിക്ക് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അവിടെ പല ചെടികളും കാര്യങ്ങളൊക്കെ ഒന്നുണ്ട്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.